Watch India's largest kids library only on Jio Hotstar. Download the app now. നഗരം ഇപ്പോൾ നിലകപ്പെട്ടിരിക്കുകയാണ്. റോഡ്, മാർക്കറ്റ്, വീട് കുരങ്ങുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ആനിമൽ സ്പെഷ്യലിസ്റ്റ് വസുധ മേഡം ഉണ്ട്. വസുധ മേഡം, എന്താണ് ഇതൊക്കെ? ഈ ഏപ്സുകൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മനുഷ്യർ ആവശ്യമില്ലാതെ വനങ്ങൾ ചെന്ന് നശിപ്പിക്കുന്നു. അതുകൊണ്ട് റീഹാബിലിറ്റേഷൻ ലഭിക്കുവാൻ വേണ്ടി അവ വനങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നു ഇവിടെ. ലൈവ് ടെലികാസ്റ്റ് ചെയ്യാ. അല്ല, ഈ ഏപ്പ് സംസാരിക്കുന്നുണ്ടല്ലോ. വേദ നഗരത്തിലുള്ള ജനങ്ങളെ, ഇനി ഈ നഗരം എന്റേത് മാത്രമാണ്. എല്ലാവരും മര്യാദയ്ക്ക് നഗരം വിട്ടു പോവാൻ നോക്കൂ. അഥവാ പോയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാനൊരു വിധത്തിലാക്കും. എന്റെ കുട്ടി, ആരെങ്കിലും എന്റെ കുട്ടിയെ രക്ഷിക്കൂ. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. ആരെങ്കിലും ഒന്ന് ഓടി വായോ. ഇനി പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്റെ കുട്ടിയെ രക്ഷിക്കണേ. സിംഗ് സാറേ, എയ്പ്സ് വന്ന് നഗരം മുഴുവൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇല്ല, നിങ്ങളോട് ആരോ കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഹലോ, എന്ത് മണ്ടത്തരായി പറയണേ? ലഡ്ഡു സിംഗ് സാറേ, ഏപ്സ് ടിവി സ്റ്റേഷൻ വന്ന് ആക്രമിച്ചിരിക്കുകയാണ്. എന്ത് ഭ്രാന്താ നിങ്ങളെ വിളിച്ചു പറയണേ? ഒരു തവണ എന്റെ കയ്യിൽ കുടുങ്ങി കഴിഞ്ഞ പിന്നെ അവർക്ക് എന്റെ രക്ഷപ്പെടാൻ കഴിയില്ല. എടാ റാം, വണ്ടി കേറ്. എനിക്കൊന്ന് കാണണം ആ ഏപ്പിന്. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ഏപ്സ് ആക്രമിക്കുന്നു. നിങ്ങൾക്ക് അറിയില്ല, ഈ ലഡ്ഡു സിംഗ് ഒരു ടെററായ ഇൻസ്പെക്ടർ ആണെന്ന്. ഒരു തവണ എന്റെ കയ്യിൽ കുടുങ്ങി കഴിഞ്ഞ പിന്നെ അവർക്ക് എന്റെ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് അവിടെ തന്നെ ഇരുന്നോ.
ഇനി മുതൽ ആ പോലീസ് സ്റ്റേഷൻ എന്റേതാണ്. പകല് മുഴുവനും നീ പെട്രോളിംഗ് ചെയ്യ്. വൈകുന്നേരം എനിക്ക് റിപ്പോർട്ട് തരണം. ഞാൻ വല്ല സ്വപ്നം കാണാണോ? ഇത് ശരിക്കും നടക്കുന്നത് തന്നെയാണോ? അതെ, ഇത് ശരിക്കും തന്നെയാണ്. അതെ, ഇത് ശരിക്കും തന്നെയാണ്. ഈ നഗരം മുഴുവനും ഇപ്പോ ഞങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. ഇന്ന് മുതൽ ഞാനാണ് ഇവിടുത്തെ പുതിയ ഇൻസ്പെക്ടർ. ഓക്കെ സർ, സാറാണ് പുതിയ ഇൻസ്പെക്ടർ. ഞാൻ റിപ്പോർട്ട് തന്നോളാം. വെരി ഗുഡ്. നഗരം മുഴുവൻ എന്റെ കൺട്രോളിലാവുന്നുണ്ട്. എന്റെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആവുന്നു. എയ്ബ്സിന്റെ ഒരു വലിയ ആർമി തന്നെ ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് ഈ രാജ്യം മുഴുവനും എന്റെ കൈക്കുള്ളിലാക്കും. എന്നിട്ട് ഞാൻ ലോകം മുഴുവനും കീഴടക്കും. ഞാൻ എന്തായാലും ഒരു റൗണ്ട് ചുറ്റിയിട്ട് വരാം. എന്ന് വരട്ടെ. നഗരത്തിലെ ജനങ്ങളെ പേടിക്കണ്ട. ഈ നാട് മുഴുവനും ഇപ്പോൾ എന്റെ കൈക്കുള്ളിലാണ്. ആർക്കും ഞാൻ ഒരു ശല്യവും ചെയ്യില്ല. നിങ്ങൾ ആരും പേടിക്കാതെ തന്നെ നടന്നോളൂ. നിങ്ങളൊക്കെ ആരാണ്? ഈ നഗരം ഞങ്ങളുടേതാണ്. എവിടെ വന്നിട്ട് നിങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനാവില്ല. പേടിക്കാവനെ. ഇന്ന് ഈ കുട്ടി നമ്മളെ എതിർക്കുകയാണെങ്കിൽ നാളെ നാട്ടുകാർ മുഴുവനും ഒന്നിച്ചു ചേരും. അവനെ പിടിച്ചുകൊണ്ടുവരൂ. വണ്ടി അവന്റെ പുറകിലേക്ക് വിടൂ. റേവ, ആ ജീപ്പിൽ വന്നിരുന്നതിൽ 2 ഏപ്പ് ഉണ്ടല്ലോ. മറ്റുള്ള ഏപ്പിനെ പോലെ എന്നെ ചേസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. കൂടാതെ അവർ ഷൂസും ധരിച്ചിരുന്നു. ശിവ, അപ്പോ നീ പറഞ്ഞു വരുന്നത് ജീപ്പിലുണ്ടായിരുന്ന ആ 2 ഏപ്പും ഇവയും തമ്മിൽ വ്യത്യാസമുണ്ട്? അതെ രേവ, എന്തോ വ്യത്യസ്തം ഉണ്ട്. നമുക്ക് ഫോളോ ചെയ്താലേ മനസ്സിലാവൂ. ആരോ ഒരാളാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരെ ഫോളോ ചെയ്താൽ മാത്രമേ എല്ലാ സത്യവും കണ്ടുപിടിക്കാനാവൂ. ലഡ്ഡു സിംഗ് റിപ്പോർട്ടിംഗ് സർ. പറയൂ, എന്താണ് റിപ്പോർട്ടിലുള്ളത്? പുറത്തൊരു കുഴപ്പമില്ല സർ. എവറിത്തിങ് ഇസ് ഫൈൻ. ഇനി ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. അപ്പൊ പിന്നെ എനിക്ക് ആരാ തിന്നാൻ തരിക? ഓഹോ, ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് സർ. വേടാറാം, സാറിനുള്ള ഫുഡ് കൊണ്ടുവാ. എന്ത് പഴമോ? ഇതൊക്കെ വളരെ പഴയ ആഹാരമാണ്. എനിക്ക് വേണ്ട. എന്റെ സാറ് എന്താ കഴിക്കുക? സാർ ഇത് മാത്രമല്ല കഴിക്കാറുള്ളൂ. സാറ് മാങ്ങ കൊണ്ടുവരട്ടെ. സാറിന് വേറെന്താ കൊണ്ടുവരേണ്ടത്? ഏത് പഴങ്ങളാ കൊണ്ടുവരണ്ടേ? എന്താ? അപ്പൊ ഞങ്ങള് ഫ്രൂട്ട് മാത്രം കഴിക്കണമെന്നാണോ? പിന്നെ സാറിന് മട്ടൺ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഇഷ്ടാണോ? പറയണം. വളരെ ശരിയാണ് പറഞ്ഞത്. അത് തന്നെ കൊണ്ടുവാ. വേടാറാം, സാറിന് ഒരു മട്ടൺ ചിക്കൻ ബിരിയാണി വേഗം കൊണ്ടുവാ. വേഗം. ശരി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഏപ്പ് ചിക്കൻ കഴിക്കുന്നതെന്ന് കാണുന്നത്. ഞാനും കഴിച്ചോട്ടെ സാർ. എനിക്കും നല്ല വിശക്കുന്നുണ്ടേ. ആഹാ, വന്നീ പഴമെടുത്ത് കഴിക്കാം. എന്ത്? എനിക്ക് കഴിക്കാൻ പഴം മാത്രമേ ഉള്ളൂ? ഈ പഴങ്ങളൊക്കെ ശരീരത്തിന് എത്ര നല്ലതാണെന്ന് അറിയോ? ആദ്യം ഇൻസ്പെക്ടർ കഴിക്കും, പിന്നെ കോൺസ്റ്റബിൾ കഴിക്കും. അതും തൊലിയോടൊപ്പം തന്നെ. സാറേ, എനിക്കിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോടെ? ആ
രേവ, ഇവിടെ മനുഷ്യരും ഉണ്ട്. ഏതോ ഒരാളാണ് ഇവയെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ശിവ, നീ സൂക്ഷിക്കണേ, അവിടേക്ക് ഒറ്റയ്ക്കാ പോയിരിക്കുന്നത്. ഓക്കെ, പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് എന്തായി? ആ എല്ലാം ശരിയായി സാറേ. ടിവി സ്റ്റേഷൻ റിപ്പോർട്ട്. സ്റ്റേഷനൊക്കെ നമ്മുടെ കൺട്രോളിലായി. എല്ലാം ശരിയായി സാറേ. ഗുഡ്, വെരി ഗുഡ്. സിറ്റി ഈസ് അണ്ടർ കൺട്രോൾ. ഓ, അപ്പൊ ഈ ഏപ്പ് മാൻ ആണ് ഇവരുടെയൊക്കെ ലീഡർ. ഇവരൊക്കെ മനുഷ്യരാ, ബാക്കിയുള്ളത് ശരിക്കും ഏപ്സ് ആണ്. ഇവയൊക്കെ ഇയാളാണ് കൺട്രോൾ ചെയ്യുന്നത്. ആരാണത്? പിടിക്കവനെ. പിടിക്കവനെ. ഏപ്പ്മാൻ ഒരു മനുഷ്യനാണ്. അവൻ ഞങ്ങളെല്ലാരും കൺട്രോൾ ചെയ്യാണ്. പക്ഷെ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് മട്ടൻ ചിക്കൻ ബിരിയാണി കഴിക്കും. എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചീഞ്ഞ പഴങ്ങൾ കഴിപ്പിക്കും. ലഡു സിംഗ് സാറേ, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അത് എവിടെ നിന്നാണെന്ന് കൂടി മനസ്സിലായി. ഞാനൊരു പ്ലാൻ പറയാം. നിങ്ങൾ ആരും അറിയാതെ അയാളുടെ ഫാക്ടറിയിൽ ചെന്ന് ആ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു നിരപ്പാക്കണം. അപ്പൊ പിന്നെ ഏപ്സിനെ കൺട്രോൾ ചെയ്യാനാവില്ല. ഞാൻ എല്ലാ ഏപ്സിനെയും പറ്റിച്ച് ആ വാഴത്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. ശരിയാണ് ശിവ, അവിടെ ഒരുപാട് ഏപ്സ് ജീവിക്കുന്നുണ്ട്. ചിലപ്പോ അവിടെയുള്ള ഏപ്സിനെ കണ്ട് ഈ ട്രെയിൻ ചെയ്ത ഏപ്സ് അവരൊപ്പം പോയാലോ? യെസ്, I am okay. No problem. എല്ലാരും ഞാൻ പറയുന്നത് കേൾക്കൂ. നോക്കി നിൽക്കാതെ വേഗം പോയ കുട്ടിയെ പിടിക്കാം. ആ ഏപ്സ് ഒക്കെ എന്തിനാണ് ആ ചെറുക്കന്റെ കൂടെ ഇങ്ങനെ പോകുന്നത്? എന്തായാലും ചെന്ന് നോക്കാം. നീയും കൂടെ വരൂ. എവിടെയാണുള്ളത്? ഞങ്ങൾ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴാണ് അകത്തേക്ക് പോകാൻ പോകുന്നത്. പെട്ടെന്നാവട്ടെ, ചെന്ന് സിസ്റ്റം ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാം. ഓക്കേ ശിവ, യു ഡോണ്ട് വറി. അതെ, വടിയെടുക്കൂ. ഞാനും ആ ചെക്കനെ വേഗം അവസാനിപ്പിക്കൂ.
ബോസേ, ഇവിടെ ഫാക്ടറിയിൽ ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട്. അവരെല്ലാ വെപ്പൺസും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ കൺട്രോൾ സിസ്റ്റവും ഫെയിലായി കഴിഞ്ഞു. നീ എന്തായി പറയുന്നത്? ഇല്ല, പറ്റില്ല. ഇനി ഞാൻ എങ്ങനെ എയ്ബ്സിന് ഇൻസ്ട്രക്ഷൻ ചെയ്യും? ചെന്ന് തടയൂ. ഹലോ ഹലോ ഹലോ, ഇതെന്ത് പറ്റി? ആ. നിങ്ങളൊക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവിടെ നിൽക്കൂ, പോകരുത്, തിരിച്ചു വരൂ. അങ്കിൾ, അവ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അവയ്ക്ക് അവയുടെ ശരിക്കുള്ള ഓർമ്മകൾ തിരിച്ചു കിട്ടി. നിങ്ങളുടെ സിസ്റ്റം ഒക്കെ തല്ലി പൊളിച്ചു. ഇനി ഒരിക്കലും അവർ നിങ്ങളെ അന്വേഷിക്കില്ല. ഇനിയെങ്കിലും നിങ്ങളുടെ വേഷം കെട്ടിൽ നിന്ന് പുറത്തു വന്നൂടെ? എനിക്കറിയാം നിങ്ങളുടെ ഈ ചതി പ്രയോഗത്തിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നേ എന്ന്. കുട്ടി, വേണ്ട കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം നിനക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നീ എന്താ നോക്കുന്നത്? മനുഷ്യനാണോ എയ്പ്പാണെന്നോ? ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എന്റെ റിസർച്ച് കാരണമാണ് ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലായത്. ഞാൻ എയ്പ്സിന്റെ ഒരു ആർമി രൂപീകരിച്ച് ഈ വേൾഡ് മുഴുവൻ കൈക്കലാക്കാൻ തീരുമാനിച്ചിരുന്നു. അത് സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നീ നടു കയറി നല്ല കൊഞ്ഞാട്ടയാക്കിയത്. ഇനി ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ലഡു സിംഗ് സർ, അറസ്റ്റ് ഹിം. ഇതാണ് സയന്റിസ്റ്റ് ഏപ്പ് മാൻ. നിന്റെ കളി ഇന്നത്തോടെ തീർന്നു മിസ്റ്റർ ഏപ്പ് മാൻ. നിന്റെ ഏപ്സ് എന്നെ ഒരുപാട് ചീഞ്ഞ പഴങ്ങൾ തീറ്റിപ്പിച്ചിട്ടുണ്ട്, അറിയോ? ഞാൻ നിന്നെ പഴത്തിന്റെ വെറും തൊലി തീറ്റിപ്പിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.